നെഹെമ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 11-ാം അധ്യായം 1 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ. ജെറുസലേം നിവാസികൾ. ജനനേതാക്കൾ ജെറുസലേമിൽ താമസിച്ചു. ശേഷിച്ചവർ വിശുദ്ധ നഗരമായ ജെറുസലേമിൽ 10-ൽ ഒരാൾ വീതവും ഇതര പട്ടണങ്ങളിൽ 10-ൽ 9 വീതവും താമസിക്കാൻ നറുക്കിട്ട് തീരുമാനിച്ചു. ജെറുസലേമിൽ താമസിക്കാൻ സ്വമേധയാ തയ്യാറായവരെ ജനം അഭിനന്ദിച്ചു. ഇസ്രായേൽ ജനവും പുരോഹിതന്മാർ, ലേവ്യർ, ദേവാലയ ശുശ്രൂഷകർ, സോളമന്റെ ദാസന്മാരുടെ പിൻഗാമികൾ എന്നിവർ യൂദാ നഗരങ്ങളിൽ സ്വന്തം സ്ഥലത്ത് താമസിച്ചു. ജെറുസലേമിൽ വസിച്ച പ്രമുഖന്മാർ യൂദായുടെയും ബെഞ്ചമിന്റെയും ഗോത്രത്തിൽപ്പെട്ടവരാണ്. യൂദാ ഗോത്രത്തിൽ നിന്ന് ഉസ്സിയായുടെ പുത്രൻ അത്തായ, ഉസ്സിയ സഖറിയായുടെയും, സഖറിയ അമര്യായുടെയും, അമര്യ ഷെഫാത്യായുടെയും, ഷെഫാത്യ മഹലേലിന്റെയും, മഹലേൽ പേരസിന്റെയും പുത്രന്മാർ. ബാറൂക്കിന്റെ പുത്രൻ മാസേയ, ബാറൂക്ക് കൊൽഹാസോയുടെ അവൻ ഹസായയുടെയും, ഹസായ അദായയുടെയും, അവൻ യോയാറാബിന്റെയും, യോയാറാബ് ഷീലോന്യനായ സഖറിയായുടെയും പുത്രന്മാരായിരുന്നു. പേരസിന്റെ കുടുംബത്തിൽപ്പെട്ട 468 ധീരന്മാർ ജെറുസലേമിൽ പാർത്തു. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് മെഷുല്ലാമിന്റെ പുത്രൻ സല്ലു. മെഷുല്ലാം യോബദിന്റെയും, യോബദ് പെദായായുടെയും, പെദായ കോലായായുടെയും, കോലായ മാസായായുടെയും, മാസയ ഇത്തിയേലിന്റെയും, ഇത്തിയേൽ യാഷായായുടെയും പുത്രന്മാരായിരുന്നു. സല്ലുവിനോടൊപ്പം അടുത്ത ചാർച്ചക്കാരായ ഗബ്ബായ്, സല്ലായ് എന്നിവരും ആകെ 928 പേർ. സിക്രിയുടെ പുത്രൻ ജോയേൽ ആണ് അവരുടെ ചുമതല വഹിച്ചത്. ഹസ്സേനുവായ പുത്രൻ യൂദാ ആയിരുന്നു നഗരത്തിൽ രണ്ടാമൻ. പുരോഹിതന്മാരിൽ യോയാറാബിന്റെ പുത്രൻ യദായ, യാക്കീം. ഹിൽക്കിയായുടെ പുത്രൻ സെറായാം. ഹിൽക്കിയ മെഷുല്ലാമിന്റെയും, മെഷുല്ലാം സാദോക്കിന്റെയും, സാദോക്ക് മെറായോത്തിന്റെയും, മെറായോത്ത് ദേവാലയ ഭരണാധികാരിയായ അഹ്തൂബിന്റെയും പുത്രന്മാരായിരുന്നു. ദേവാലയത്തിൽ ജോലി ചെയ്തിരുന്ന അവർ ചാർച്ചക്കാർ 822 പേർ. യാറാഹോമിന്റെ പുത്രൻ അദായ, യറോഹോം പെലാലിയുടെയും, പെലാലിയ അംസിയുടെയും, അംസി സഖറിയായുടെയും, സഖറിയ പാഷൂറിന്റെയും, പാഷൂർ മൽക്കിയായുടെയും പുത്രന്മാരായിരുന്നു. അദായയുടെ ചാർച്ചക്കാരായ കുടുംബത്തലവന്മാർ 242. അസറേലിന്റെ പുത്രൻ അമഷേസായി. അസറേൽ അഹ്സായിയുടെയും, അഹ്സായി മെഷില്ലേമോത്തിന്റെയും, മെഷില്ലേമോത്ത് ഇമ്മറിന്റെയും പുത്രന്മാരായിരുന്നു. അവരുടെ ശൂരപരാക്രമികളായ ചാർച്ചക്കാർ 128 പേർ. അവരുടെ നേതാവ് ഹെഗദോലിന്റെ പുത്രൻ സബ്ദിയേലായിരുന്നു. ലേവ്യരിൽ നിന്ന് ഹാഷൂബിന്റെ പുത്രൻ ഷെമായ. ഹാഷൂബ് അസ്രിക്കാമിന്റെയും, അസ്രിക്കാം ഹഷാബിയയുടെയും, ഹഷാബിയ ബുന്നിയുടെയും പുത്രന്മാരായിരുന്നു. ദേവാലയത്തിന് പുറമെയുള്ള ജോലികളുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ലേവ്യ പ്രമുഖരായ ഷാബെദായയും യോസാബാദുമാകുന്നു. സ്തോത്ര പ്രാർത്ഥനകൾക്ക് നേതൃത്വം വഹിച്ചിരുന്ന ആസാഫിന്റെ പുത്രനായ സബ്ദിയുടെ പുത്രന്മാർ, മിക്കായുടെ പുത്രനായ മത്താനിയ, രണ്ടാമൻ ബദ്ബുക്യ, യെദൂഥൂനിന്റെ പുത്രനായ ഗലാലിന്റെ പുത്രൻ ഷമ്മുവായ പുത്രനായ അബ്ദ. വിശുദ്ധ നഗരത്തിൽ ആകെ ലേവ്യർ 284. വാതിൽ കാവൽക്കാരായ അക്കൂബും തൽമോനും അവരുടെ ചാർച്ചക്കാരും കൂടെ 172 പേർ. ബാക്കിയുള്ള ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും യൂദാ നഗരങ്ങളിൽ താന്താങ്ങളുടെ അവകാശ ഭൂമികളിൽ താമസിച്ചു. എന്നാൽ ദേവാലയ ശുശ്രൂഷകൾ ഓഫേലിൽ താമസിച്ച സീഹായും ഗിഷ്പായും അവരുടെ മേൽനോട്ടം വഹിച്ചു.
ബാനിയുടെ പുത്രനായ ഉസിയ ആണ് ജെറുസലേമിലെ ലേവ്യരുടെ മേൽനോട്ടം വഹിച്ചത്. ബാനി ഷബാബിയുടെയും ഹഷാബിയ മത്താനിയായുടെയും മത്താനിയ ദേവാലയത്തിൽ ഗാനശുശ്രൂഷ നടത്തിയിരുന്ന അസാഫിന്റെയും കുടുംബത്തിൽപ്പെട്ട മിക്കായിയുടെയും പുത്രന്മാരായിരുന്നു. ദേവാലയത്തിൽ ദിവസം തോറുമുള്ള ഗാനശുശ്രൂഷകളുടെ തവണ ഓരോ ഗണത്തിന് രാജാവ് നിശ്ചയിച്ചു കൊടുത്തു. യൂദായുടെ പുത്രനായ സേറായുടെ പുത്രൻ മെഷേസാബേലിന്റെ പുത്രനായ പെത്താഹിയ ജനത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും രാജാവിന്റെ ഉപദേഷ്ടാവായിരുന്നു. യൂദായിൽപ്പെട്ട ചിലർ കിരിയാത്ത് അർബ, ദിബോൺ, യക്കോബ്സേൽ എന്നീ നഗരങ്ങൾ, അവയുടെ ഗ്രാമങ്ങൾ, യശുവ, മൊളാദ, ബത്പലേത്, ഹസർ ഷവാൽ, ബേർഷെബ അതിന്റെ ഗ്രാമങ്ങൾ, സിഗ്ലാഗ്, മെക്കോന അതിന്റെ ഗ്രാമങ്ങൾ, എൻഡിമോൺ, സോറ, യാർമുത്ത്, സനോവ, അതുല്ലാം എന്നീ പട്ടണങ്ങൾ, അവയുടെ ഗ്രാമങ്ങൾ, ലാഖിഷ് അതിന്റെ വയലുകൾ, അസേഖ അതിന്റെ ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിൽ വസിച്ചു. അങ്ങനെ അവർ ബേർഷെബ മുതൽ ഹിന്നോം താഴ്വര വരെ വാസമുറപ്പിച്ചു. ബെഞ്ചമിൻ ഗോത്രജർ ഗേബ, മിക്മാഷ്, അയ്യ, ബദേൽ അതിന്റെ ഗ്രാമങ്ങൾ, അനാത്തോദ്, നോബ്, അനാനിയ, ഹാസോർ, റാമ, ഗിത്തായിം, ഹദീദ്, സെബായിം, നെബല്ലാദ്, ലോദ്, ശില്പികളുടെ താഴ്വരയായ ഓനോ എന്നിവിടങ്ങളിൽ പാർത്തു. യൂദായിലെ ചില ലേവ്യഗണങ്ങൾ ബെഞ്ചമിനോട് ചേർന്നു.